ഹരി, ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുകയാണ് ഈ മാർച്ചല്ലേ? ഹരി, അതെ അതെ, KSUവിന്റെ പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതില് ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് പരിസരത്ത് പോലീസുകാരുടെ എണ്ണം കുറവാണ്, എന്നാൽ പ്രവർത്തകർ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പ്രവർത്തകർ ഇവിടെ ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് തന്നെയുള്ള ഫ്ലെക്സുകളും, അതായത് മുഖ്യമന്ത്രിയുടെയൊക്കെ പടം വെച്ചിട്ടുള്ള ഫ്ലെക്സുകളും മറ്റുമൊക്കെ പ്രവർത്തകരിതാ ഇവിടെ നശിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. KSU പ്രവർത്തകർ ആ നിയമസഭാ പരിസരത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക്, സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് വരുന്ന വഴിക്കൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഫ്ലെക്സുകളും മറ്റുമൊക്കെ വലിച്ചു കീറിയാണ് വന്നത്. ഈ യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുൻവശത്തൊക്കെ നിരവധി ഫ്ലെക്സുകളും മറ്റുമൊക്കെ വച്ചിരുന്നു. ഇതൊക്കെ പ്രവർത്തകർ വലിച്ചു കീറിയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ മുൻവശത്തേക്ക് എത്തിയത്. സെക്രട്ടേറിയറ്റിന്റെ മുൻവശത്ത് ബാരിക്കേഡുകൾ വച്ചിട്ടുണ്ട് പോലീസുകാർ. പക്ഷേ ജലപീരങ്കിയോ മറ്റു സംവിധാനങ്ങളോ ഒന്നും ഇവിടെ തയ്യാറാക്കിയിരുന്നില്ല. അതിന്റെ കാരണം ഇവിടെ പ്രതിഷേധം പോലീസുകാരെ അറിയിച്ചിട്ടല്ല പ്രവർത്തകർ ഇങ്ങനൊരു പ്രതിഷേധം ഇവിടെ നടത്തിയത്. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തുണ്ടായിരുന്ന സാധാരണ പോലീസുകാർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് മാർഗങ്ങൾ, പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇനി ഏത് രീതിയിലുള്ള മാർഗങ്ങൾ പ്രവർത്തകർക്ക് നേരെ സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. അതായത് നിയമസഭയിൽ നമ്മൾ കണ്ടത് നേരിട്ട് പ്രവർത്തകരും പോലീസുകാരും തമ്മിലുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് പോയിരുന്നില്ല. പക്ഷേ സെക്രട്ടേറിയറ്റിന്റെ മുൻവശത്ത് സീൻ നേരെ മറിച്ചാണ്. പോലീസും പ്രവർത്തകരും മുഖാമുഖമാണ്. നേതൃത്വത്തിലുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ കാണുന്നത്. അതായത് മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധക്കാർ പെട്ടെന്ന് സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റ് മറികടന്ന് അകത്തേക്ക് കയറാനുള്ള ശ്രമവുമായി എത്തുന്നു. പോലീസുകാർ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രവർത്തകരെ, അതായത് ഈ പൊതുമുതൽ നശിപ്പിക്കുകയും പോലീസ് നേരെ കയ്യേറ്റം ചെയ്യുകയൊക്കെ ശ്രമിക്കുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കും. ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രവർത്തകനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് പോലീസിന്റെ വണ്ടിയിലേക്ക് എത്തി. പക്ഷേ പ്രവർത്തകർ ഈ പരിസരത്ത്, അതായത് സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് ചാടിക്കടക്കാനുള്ള ശ്രമമൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വനിതാ പോലീസും മറ്റു പോലീസുകാരും എല്ലാം കൂടി ചേർന്ന് അവരെ തടയുന്നതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. എത്രയും പെട്ടെന്ന് പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. അതായത് ഹരി, അപ്രതീക്ഷിതമായിട്ടാണ് സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തേക്ക് വന്നത്. അപ്പോൾ പോലീസിന് നേരത്തെ ഒരു തയ്യാറെടുപ്പുകൾ നടത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവിടേക്ക് കടന്നു വന്ന മുൻനിരയിലുള്ള പ്രവർത്തകരെ ഒരു പ്രവർത്തകനെ ആദ്യമേ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ നടപടികൾ ഇനി അവിടെ പ്രതീക്ഷിക്കാമല്ലേ? കൂടുതൽ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം. ഇതിപ്പോൾ പ്രതിഷേധക്കാർ ഇപ്പോൾ ആ സെക്രട്ടേറിയറ്റിന്റെ ആ പരിസരത്തുള്ള മതിൽ ചാടിക്കിടന്ന് അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ്. KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ഈ ബാരിക്കേഡ് സെക്രട്ടേറിയറ്റിന് പരിസരത്തുള്ള മതിൽ മറികടന്ന് അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് പ്രവർത്തകർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചില പ്രവർത്തകർ അകത്തേക്ക് കയറി നിന്ന് പ്രതിഷേധിക്കുന്നുമുണ്ട്. പക്ഷെ പോലീസ് അവരെ തടയുന്നുണ്ട്. ആ ഭാഗത്തു നിന്ന് മാറുന്നതിന് വേണ്ടി പോലീസ് തടയുന്നുണ്ട്. പക്ഷെ പോലീസുകാർക്ക് നേരെ പ്രവർത്തകർ നീങ്ങുകയാണ്. പോലീസ് നിയമസഭയ്ക്ക് മുന്നിൽ പരമാവധി സംയമനം പാലിച്ചെങ്കിലും സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ കാഴ്ച അതല്ല. എത്രയും പെട്ടെന്ന് പോലീസുകാർ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പരിപാടിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം പ്രതിഷേധക്കാർ കൂടുതൽ പേർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ചാടിക്കയറാനുള്ള ശ്രമം നടത്തുന്നു. പോലീസുകാർക്ക് നേരെ കയർക്കുന്നു. നിരവധി പ്രവർത്തകർ പോലീസുകാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന കാഴ്ചയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ പരമാവധി അറസ്റ്റ് ചെയ്ത് എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റിൽ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ പോലീസുകാർ തിരിയുന്നു. അപ്പോൾ ഇതെല്ലാം നോക്കി എത്രയും പെട്ടെന്ന് നടപടിയെടുത്ത് അവസാനിപ്പിക്കുക. ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രവർത്തകർ പോലീസിനെ ആക്രോശിക്കുന്നത്.
KC സംസ്ഥാന അധ്യക്ഷനെയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെത്തിയിരിക്കുന്നു. അവിടെ നിന്നും നീക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പോലീസ് വാഹനത്തിലേക്ക് കയറ്റാൻ അലോഷ്യസ് സേവ്യറിനെ ഉൾപ്പെടെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമം നടത്തുന്നു. പോലീസ് നടപടിയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. KC പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് കയറ്റി അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. പോലീസ് നേരെയുണ്ടായിട്ടുള്ള ആക്രോശം, പോലീസിന് നേരെയുണ്ടായിട്ടുള്ള മുദ്രാവാക്യം വിളികളും കല്ലേറും, സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള അക്രമങ്ങൾ, വഴിനിരയുണ്ടായിട്ടുള്ള ഫ്ലെക്സ് ഉൾപ്പെടെ വലിച്ചു കീറുകയും സിഗ്നൽ സംവിധാനങ്ങളൊക്കെ തന്നെ കയ്യേറിയും ഒക്കെയായിരുന്നു പ്രവർത്തകർ പോലീസിന് നേരെ പ്രതിഷേധം രേഖപ്പെടുത്തി സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് വന്നത്. സെക്രട്ടേറിയറ്റ് പരിസരത്തെ ആ കവാടം പോലീസ് അവിടെയൊക്കെ തന്നെ നിരവധി പോലീസുകാർ നിമിഷ നേരം കൊണ്ട് അവിടേക്ക് എത്തുകയും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ചില പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് അകത്തേക്ക് ചാടിക്കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുണ്ട്. അവരൊക്കെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് സമീപത്തേക്ക് എത്തിയിരുന്നത്. ചില പ്രവർത്തകരെ പോലീസ് കൈകാര്യം ചെയ്തു. പോലീസ് നേരെ വാഹനത്തിനുള്ളിലേക്ക് കയറ്റുന്നതാണ് കാണാൻ കഴിയുന്നത്. അപ്രതീക്ഷിതമായിരുന്നു ആ സമരം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.